ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പഴയ പല്ലസോ പാൻസ് കളയണേക്കാളും ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ് കേട്ടോ. യൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു അടിപൊളി ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്, ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിക്കണേ. അപ്പോൾ നമ്മുടെ പഴയ ഒരു പല്ലസോ പാൻ്റാണ് നമ്മൾ എടുത്തു വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇലാസ്റ്റിക്കൊക്കെ വലിഞ്ഞൊരു വിധം നാശമായി, ഇതൊരു വിധം കുറേ പഴകി. അപ്പോൾ അത്രയ്ക്ക് വല്ലാണ്ട് പഴകിയതല്ല, എന്നാൽ ഇലാസ്റ്റിക്കൊക്കെ ഒന്ന് വേഗം കേടുവന്നു. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു അത് കളയണ്ട, അപ്പോൾ അത് വലിയൊരു രീതിയിൽ ഉപയോഗിച്ചാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്തിൽ അധികം കേടുവരാത്ത ഭാഗമായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ടേപ്പ് വെച്ചിട്ട് അളന്നിട്ട് ഇവിടെ നിന്ന് ഈ ഒരളവിലെടുക്കാം. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഈ ഭാഗത്ത് അധികം ഇങ്ങനെ കേടുവരാത്ത ഭാഗം നമുക്ക് നോക്കിയെടുക്കാവുന്നതാണ്. ഏറ്റവും താഴ്ഭാഗം എടുക്കണ്ട, അതിനെടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ആ ഒരു കളർ വരും, ഡിസൈൻ പിടിക്കാമേ. അത് 18 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നും 18 ഇഞ്ച് വരച്ചിട്ടുണ്ട്. ഇനി അത് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ 18 ഇഞ്ച് നീളം എടുത്തിരിക്കുന്നത്. ലെങ്ത്ത് വന്നിട്ട് ഇതിപ്പോൾ 8.5 അത് നീളം എടുക്കുമ്പോൾ 17 കിട്ടുന്നുണ്ട്. ഈ ഒരു പാർട്ട് മാറ്റിയിട്ട് ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് നിവർത്താം. ഈ ഒരു ഭാഗത്ത് ഫോൾഡുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം നമുക്ക് ഓപ്പൺ ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഭാഗത്തിൻ്റെയും അപ്പുറത്തെ ഭാഗം നമുക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിന് നല്ല രീതിയിൽ നിവർത്തിയിടാം. അങ്ങനെ നിവർത്തിയിട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കയറി ഇറങ്ങി പാൻസ് ആകുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെ വൈഡ് കൂടുന്ന രീതി ഉണ്ടാവില്ല. അപ്പോൾ കയറി ഇറങ്ങി നിൽക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അത് ഈക്വലാക്കി വയ്ക്കാം. ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണ് ഈക്വലാക്കേണ്ടത്. ഇവിടെ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം. ഈ അളവിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഒപ്പമല്ലാതെ നമുക്കിത് ഒപ്പാക്കിയെടുക്കാം. ഇതുപോലെ ഈ സൈഡിലും അതുപോലെ വ്യത്യാസം വന്നു വരുന്നുണ്ടെങ്കിൽ ആ ഭാഗം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇത് തയ്യൽ മെഷീൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റാവുന്ന ഒരു ഐഡിയ ആണ് കേട്ടോ ഫ്രണ്ട്സ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ എല്ലാ പല്ലാസോ പാൻറ്റും എടുത്ത് കളയേണ്ട, നല്ല ഡിസൈനൊക്കെ ഉള്ളതാണെങ്കിൽ കളയണ്ട. പഴയതാണെങ്കിലും ഇലാസ്റ്റിക് കേട് വന്നതാണെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ
അപ്പോൾ നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിന് തയ്യൽ മെഷീൻ ഇതിന് വേണമെന്നില്ല, അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണത്. തയ്യൽ മെഷീൻ ഉള്ളവർക്കും ചെയ്യാം, ഇല്ലാത്തവർക്കും ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും നമ്മളിത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശം വരുന്ന രീതിയിൽ ഇട്ടിട്ട് ഇങ്ങനെ നല്ല വശം വരുന്ന രീതിയിൽ ഇട്ടിട്ട് ഇതിവിടെ ഇനി ന്യൂസ് പേപ്പർ തന്നെ എടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 1/4 ഇഞ്ച് വീതി മതി. 1/4 ഇഞ്ച് ഒരു പോയിന്റ് കൂടി എടുക്കാം, ആ ഒരു രീതിക്ക് എടുക്കാം. ഇതുപോലെ പേപ്പറിൽ കീറിയെടുത്ത ശേഷം ഇങ്ങനെ ഇത്ര വീതിന് വേണമെന്നില്ല, ഇത്രയ്ക്കൊക്കെ വീതി ധാരാളം മതി. ഇങ്ങനെ ഒരെണ്ണം മുകളിലും വയ്ക്കുക, അതേപോലെ തന്നെ ഇതേപോലത്തെ ഒരു പീസ് ഇതിൻ്റെ താഴെയും വയ്ക്കുക. എന്ന ശേഷം ഇതുപോലെ തയ്ച്ച് വരിക. ഫുൾ ചുറ്റും 3 ഭാഗം തയ്ക്കുക, അതിൻ്റെ 3 സൈഡ് തയ്ച്ച് വരിക. അപ്പോൾ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് കിട്ടുന്നുണ്ട്. ബനിയൻ ക്ലോത്തിൽ കണ്ടോ, ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇങ്ങനെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ 16-ാം നമ്പർ സൂചി ഇട്ടിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്നില്ല അങ്ങനെയുള്ളവരാണെങ്കിൽ നോർമൽ മെഷീനിൽ, സാധാരണ സിംഗിൾ മെഷീനിൽ തയ്ക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ 18-ാം നമ്പർ സൂചി മാറ്റിയിടുക കേട്ടോ. 18-ാം നമ്പർ സൂചി മേടിക്കാൻ കിട്ടും, അത് മാറ്റിയിടുക. അപ്പോൾ അത് മാറ്റിയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ തയ്ക്കാൻ പറ്റും. സ്റ്റിച്ചിൽ ഇങ്ങനെ ഗ്യാപ്പ് ഒന്നും വീട്ടിൽ പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇതുപോലെ ഒരു പേപ്പർ വെച്ചോളൂ, താഴെ ഞാൻ വെച്ചില്ല. 18-ാം നമ്പർ സൂചി മാറ്റിയിട്ടാൽ മതി. ചിലതിൽ 16-ാം നമ്പർ സൂചിയിൽ തന്നെ ചിലവരുടെയൊക്കെ മെഷീനിൽ നല്ല രീതിയിൽ തന്നെ വർക്കിംഗ് ആവും. ആവാത്തവർ മാത്രം 18-ാം നമ്പർ സൂചി ഇട്ടിട്ട് ഇതുപോലെ പേപ്പർ വെച്ച് ചെയ്യാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആവും. ഇതേപോലെ തന്നെ തയ്ച്ച് കഴിഞ്ഞ ശേഷം ഇതുപോലെ ഇങ്ങനെ കീറിയെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ കീറിയെടുത്താൽ മതി. ഇങ്ങനെ കീറിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് സിമ്പിളായിട്ട് തന്നെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കത് മറിച്ചിടാം. മറിച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡ് ഭാഗത്ത് നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല. ഇത് ബനിയൻ സ്റ്റഫ് ആയതുകൊണ്ട് അങ്ങനെ കിടന്നോളും, നല്ല വൃത്തിക്ക് തന്നെ കിടന്നോളും. മാത്രമല്ല ഇതിപ്പോൾ നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഇങ്ങനെ പ്രസ് ബട്ടൺ വെക്കുന്ന രീതിയിൽ ഇങ്ങനെ അടപ്പടക്കുന്നത് പോലെ ഒരെണ്ണത്തിൽ ഹോൾ ഉണ്ടായിരിക്കും, ഒരെണ്ണത്തിൽ സംഭവം ഇങ്ങനെ അമർത്തുന്ന രീതിയിൽ പ്രസ് ബട്ടൺ ഇല്ല. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് മേടിക്കാൻ കിട്ടും, അതിൻ്റെ മെഷീൻ അടക്കം കിട്ടും. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇരുന്ന് തുന്നൊന്നും വേണ്ട. ജസ്റ്റ് ആ മെഷീനുമേ ഹുക്കും ഹോളും രണ്ടും ഇതിനകത്ത് വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ ഇവിടെയും അതുപോലെ വെക്കുക, അങ്ങനെ പ്രസ് ചെയ്യുക. അപ്പോൾ രണ്ടും കൂടി ഇങ്ങനെ ജസ്റ്റ് അടയ്ക്കാൻ പറ്റും. അങ്ങനെ അടയ്ക്കാനായിട്ട് മുമ്പ് ഒരു കാര്യം ചെയ്യുക, ജസ്റ്റ് ഒരു ഫോൾഡ് 2 ഫോൾഡോ വേണമെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഒന്ന് ഫസ്റ്റ് മടക്കിയ ശേഷം ഇതുമ്മ വെച്ചടിക്കുക. അപ്പോൾ ഇവിടെയും അതേപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. നമ്മളത് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഇതുപോലെ നമ്മുടെ തലവണ കവറായിട്ട് യൂസ് ചെയ്ത് നല്ല മാത്രമല്ല നമുക്കിങ്ങനെ തല വയ്ക്കുമ്പോൾ ഇഴുകി പോവുകയൊന്നും ചെയ്യില്ല. നമുക്ക് നല്ല ബനിയൻ സ്റ്റഫ്, ഇത് കോട്ടൺ ബനിയനാണ്.
ബനിയൻ മാത്രമല്ല, അത് കോട്ടൺ ബനിയൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് കിടക്കാൻ നല്ല ഒരു കംഫർട്ടബിലിറ്റി ഉണ്ട്. അപ്പം ഇത് വേണമെന്നുള്ളവർക്ക് ഈ ഒരു ഭാഗത്ത് ഇത് ഇങ്ങനെ ഇട്ട് വെച്ചാലും ഇതിങ്ങനെ ഉരുകി പോവുകയോ അഴിഞ്ഞ് വീഴുകയോ ഒന്നും ചെയ്യില്ല ഈ ഒരു ഭാഗത്ത്. പിന്നെ ഇങ്ങനെ സാധാരണ തുണി പോലെ ഇതിങ്ങനെ വിട്ടു പോരില്ല, തുണി ഇങ്ങനെ വലിഞ്ഞു പോരില്ല ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട്, ബനിയൻ ആയതുകൊണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഡിസൈനൊക്കെ ആയതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ട്, നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ക്യാമറയിൽ എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. അപ്പോൾ നമ്മുടെ ഈ ഒരു പല്ലസപ്പാനിയുടെ ബാലൻസ് ഉള്ള ഭാഗം വെച്ചിട്ട് ഈ ഒരു അലാസ്റ്റിക്കിൻ്റെ ഭാഗം ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് അലാസ്റ്റിക് കട്ട് ചെയ്ത് മാറ്റാം. അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് ഇങ്ങോട്ട് ഇതാ എടുത്തിരിക്കുന്ന അളവ് ഒരു 2 ഇഞ്ചോ 2.5 ഇഞ്ച് എടുക്കാം കേട്ടോ. 2 ഇഞ്ചോ 2.5 ഇഞ്ച് വരെ എടുക്കും. അപ്പോൾ ഇത് 2 ഇഞ്ച് 2.5 ഇഞ്ച് വരെ എടുക്കാം. പിന്നെ അത് കഴിഞ്ഞ ശേഷം എന്താ ഈ ഭാഗം നമ്മളിത് കട്ട് ചെയ്ത് മാറ്റാണ്. ഈ എലാസ്റ്റിക്കിൻ്റെ ഭാഗം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാണ്. ഇവിടെ എടുക്കേണ്ടുന്ന എലാസ്റ്റിക് തന്നെയാണ് എടുക്കേണ്ടത്. ആ എടുക്കേണ്ടുന്ന എലാസ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് 1/2 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കോ 3/4 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കോ ഇടുക. അതിനുശേഷം ഇത് മടക്കി അടിക്കുക. ഇങ്ങനെ വെച്ചിട്ട് മടക്കി അടിക്കുക എലാസ്റ്റിക് ഇട്ടിട്ട്. ഓക്കെ, ഈ ഭാഗം മൊത്തം അത് നമ്മൾക്ക് എടുക്കേണ്ടത് വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റ്, ഇടുപ്പ് ഭാഗത്തെ അളവാണ് എടുക്കേണ്ടത്. ആ അളവിലാണ് എലാസ്റ്റിക് കറക്റ്റ് ടൈറ്റിനെക്കാട്ടിലും കറക്റ്റ് വേസ്റ്റ് ഭാഗത്തെ മെഷർമെൻറ്റിൽ നിന്ന് ഒരു 2 ഇഞ്ച് കൂടി കുറയ്ക്കുക ആ എലാസ്റ്റിക്കിൽ. അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റായിരിക്കും. വല്ലാണ്ട് ടൈറ്റും അല്ല വല്ലാണ്ട് ലൂസും അല്ല എന്ന രീതിയിൽ നമുക്ക് എലാസ്റ്റിക് കിട്ടും. അതിന് ഇതിനകത്തേക്ക് ചെയ്ത് വയ്ക്കുക, മടക്കി അടിച്ച് വയ്ക്കുക. പേപ്പർ വെച്ചിട്ട് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. അതിനുശേഷം ഇവിടെ നിന്ന് ഒരു 9 ഇഞ്ച് ഹൈറ്റ് എടുക്കുക. 9 ഇഞ്ച് ഹൈറ്റ് എടുക്കുക. അതിനുശേഷം ഇവിടേക്ക് താഴേക്ക് ഒരു 4.5 ഇഞ്ച് എടുക്കുക. 4.5 ഇഞ്ച് എടുക്കുക. ഇവിടെ 4.5 ഇഞ്ച് ഇപ്പുറത്തേക്കും വരയ്ക്കുക അതേപോലെ. അതിനുശേഷം ഇതിൻ്റെ ഏതാണ്ട് ഒരു സെൻറ്റർ കണക്കാക്കുക. ഇതിൻ്റെ സെൻറ്റർ കണക്കാക്കുക. ഇതാണ് സെൻറ്റർ. അതിനുശേഷം ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടേക്ക് ഒന്ന് വരച്ച് വയ്ക്കുക. അതിനുശേഷം ഇപ്പുറത്തോട്ട് ഒരു 1.25 ഇഞ്ച്, ഇപ്പുറത്തോട്ടും ഒരു 1.25 ഇഞ്ച്. ഓക്കെ, 1.25 ഇഞ്ച് എടുത്തു. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ക്വയർ എടുത്തിട്ട് ഇങ്ങനെ വരച്ച് ഇതിന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ജോയിൻ ചെയ്യുക. ഈ 1.25 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ സ്ക്വയർ എടുത്തിട്ട് ഇതിലേക്ക് വരച്ചിട്ട് ഇതിങ്ങനെ ജോയിൻ ചെയ്യുക. ഇങ്ങനെ ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇങ്ങനെ എടുത്തു. ഓക്കെ, ഇപ്പോൾ ഇത് ഈ ഒരളവിലാണ് കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ അലാസ്റ്റിക് വയ്ക്കുക കേട്ടോ ഫ്രണ്ട്സ്. അലാസ്റ്റിക് വെച്ചാൽ മതി. അപ്പോൾ അതിനുശേഷം ഈ ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പതിച്ചടിക്കാം, അല്ലെങ്കിൽ ഇത് വീതി കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്നും കൂടി വീതി കുറയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ഒരു ചെറിയ ഒരു സ്പോർട്സ് ബ്രാ ഉണ്ടല്ലോ അതായി കഴിഞ്ഞു. ഇവിടെ ഒരു എലാസ്റ്റിക്കാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റാവുന്ന ഒരു സ്പോർട്സ് ബ്രാ, നല്ലൊരു എന്താ പറയുക പല്ലാസപ്പേൻ്റെ അധികം ഉപയോഗിച്ച് നാശാക്കാത്തത് എടുക്കണം കേട്ടോ. അധികം ഇടാൻ ഇഷ്ടമില്ലാത്തതൊക്കെ ഉണ്ടെങ്കിൽ 1-2 പ്രാവശ്യം ഇട്ടതൊക്കെ ആണെങ്കിൽ മാത്രം ഉപയോഗിക്കുക. പുതിയ പല്ലാസപ്പേൻ്റെ തന്നെ ഇടാൻ ഇഷ്ടമില്ലാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് ഉപയോഗിക്കുക കേട്ടോ. ഉള്ളിലിടുന്നതാണ് നല്ലതായിക്കോട്ടെ വെച്ചിട്ടാണ് അതിൻ്റെ ഒരു മോഡൽ കാണിച്ചു തന്നു മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ സ്പോർട്സ് ബ്രാ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റാവുന്ന, 8ാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റാവുന്ന, സ്പോർട്സിനൊക്കെ പോകുമ്പോൾ ഇടാനും അല്ലാത്ത സമയത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഇടാനും ഒക്കെ പറ്റും. ഇത് ചുരിദാറിൻ്റെ താഴേക്ക് ഇടാട്ടാലും നല്ല പെർഫെക്റ്റ് ഫിനിഷിംഗ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, സീ യു.